ഗൈസ്, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കുഞ്ഞു വ്ളോഗാണ്. അധികം ആരും കണ്ടിട്ടില്ലാത്ത ഒരു അടിപൊളി ഹിഡൻ സ്പോട്ടിലേക്കാണ് നമ്മൾ ഇന്ന് പോകാനായിട്ട് പോകുന്നത്. അധികം തിരക്കൊന്നും ഇല്ലാതെ നിങ്ങൾക്ക് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്പോട്ടാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഈ ഒരു സ്പോട്ട് വരുന്നത് തമിഴ്നാടാണ്, നാഗർകോവിലിന്റെ അടുത്താണ്. നമ്മൾ കന്യാകുമാരി പോകുന്ന റൂട്ടിലാണ് ഈ ഒരു ഹിഡൻ സ്പോട്ട് വരുന്നത്. ബീച്ചിലൊക്കെ പോകാൻ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സ്പോട്ടിൽ വിസിറ്റ് ചെയ്യാവുന്നതാണ്. അധികം തിരക്കൊന്നും ഇല്ലാത്ത ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഫോട്ടോഷൂട്ടിനും വീഡിയോസ് ഒക്കെ എടുക്കാനായിട്ട് പറ്റിയ ഒരു സ്പോട്ട് തന്നെയാണ് ഇത്. ഈ ഒരു ഹിഡൻ സ്പോട്ട് നമ്മുടെ നാഗർകോവിലിനടുത്ത് ലെമോർ ബീച്ചാണ്. മിനി മാൽദീവ്സ് എന്നും ഈ ഒരു ബീച്ചിന് പേരുണ്ട്. എന്തുകൊണ്ടാണ് മിനി മാൽദീവ്സ് എന്ന് വിളിക്കുന്നത് എന്നുള്ളത് എനിക്ക് അറിയില്ല. ഞാനും ഫസ്റ്റ് ടൈമാണ് ഈ ഒരു സ്പോട്ട് വിസിറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം നമുക്ക് പോകുമ്പോൾ എന്തായാലും നോക്കാം. നമ്മുടെ തിരുവനന്തപുരത്ത് നിന്ന് കന്യാകുമാരി പോകുന്ന റൂട്ടാണ് ഇത്. നമ്മൾ ഗൂഗിൾ മാപ്പ് ഇട്ടിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പോകുന്ന വഴിക്കൊക്കെ നല്ല അടിപൊളി സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത്യാവശ്യം നല്ല വെയിലും കാര്യങ്ങളും ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഇവിടെ നിന്നൊന്നും നമുക്ക് ഫോട്ടോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇനി ആ ഒരു ബീച്ച് സൈഡിലും എന്തായാലും നല്ല വെയിലുണ്ടാകും എന്ന് പ്രതീക്ഷിച്ചിട്ടാണ് ഞങ്ങൾ പോകുന്നത്. അപ്പം നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ ഒരു വെയിലൊന്നും ഇല്ലാത്ത ഒരു ഈവനിങ് ടൈമിൽ പോകാനായിട്ട് നോക്കാം. കാരണം നല്ല വെയിലുണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിക്ക് നല്ല ഫോട്ടോസൊന്നും കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചൊന്ന് ഒരു ഈവനിങ് ടൈമൊക്കെ ആകുമ്പോഴത്തേക്ക് നിങ്ങൾ പോകാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ പോകുന്ന ടൈമിൽ ഇതുപോലെ ഒത്തിരി സ്ഥലങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. കുറച്ച് നെൽകൃഷിയും നെൽപ്പാടങ്ങളൊക്കെ കണ്ടാണ് ഞങ്ങൾ ഈ ഒരു യാത്ര തുടരുന്നത്. നമ്മൾ ലെമോർ ബീച്ചിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാകും അധികം തിരക്കൊന്നുമില്ല. കാരണം നമ്മൾ നോർമൽ ഒരു ബീച്ചിൽ പോകുന്ന സമയത്ത് നല്ല ക്രൗഡഡ് ഏരിയ ആയിരിക്കും. പക്ഷേ ഇവിടെ അധികം തിരക്കൊന്നും ഇല്ലാത്തൊരു സ്പോട്ടാണ്. പിന്നെ നമ്മൾ വിചാരിച്ച പോലെ തന്നെ നല്ല വെയിലും ഉണ്ടായിരുന്നു. ബീച്ചിൻ്റെ സൈഡിൽ ഒരു അമ്പലമുണ്ട്. നമ്മൾ പോയ സമയത്ത് അമ്പലം പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു. അപ്പം എന്ത് അമ്പലമാണ് എന്ന് ഞങ്ങൾ കണ്ടില്ല. നമ്മുടെ ഹിഡൻ സ്പോട്ടായിട്ടുള്ള ലെമോർ ബീച്ചിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. നമ്മൾ പോയ സമയത്ത് ഒട്ടും തന്നെ തിരക്കുണ്ടായിരുന്നില്ല. നമ്മൾ കുറച്ച് സമയം ഇരുന്നതിന് ശേഷമാണ് കുറച്ച് ആളുകൾ വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. നമ്മൾ പോയ സമയത്ത് ഒട്ടും തന്നെ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ നിങ്ങൾ ഫാമിലി ആയിട്ടൊക്കെ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ കുറച്ച് ബെഞ്ചും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ തന്നെ ഉണ്ട്. ഈ ഒരു ബീച്ചിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഡബിൾ കളറിലാണ് ഈ ഒരു ബീച്ചിൻ്റെ വെള്ളം വരുന്നത്. കാരണം ഈ ഒരു അറ്റത്തെ ഈ ഒരു പോർഷനിലേക്ക് ഒരു ലൈറ്റ് ബ്ലൂവും അതുപോലെ കുറച്ചും കൂടെ അങ്ങോട്ടുള്ള പോർഷനിലേക്ക് ഒരു ഡാർക്ക് ബ്ലൂ കളറിലാണ് വരുന്നത്. അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ മിനി മാൽദീവ്സ് എന്നത് അറിയപ്പെടുന്നത്. നമുക്ക് സ്നാക്സ് ഒക്കെ വാങ്ങിക്കാൻ പറ്റിയിട്ടുള്ള കുറച്ച് കടകളൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് മസാല പൂരി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ പച്ചമാങ്ങ കരിമ്പിൻ ജ്യൂസൊക്കെ വാങ്ങിച്ച് അവിടെ നിന്ന് തന്നെ കുടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ബീച്ച് സൈഡിൽ നിന്ന് കിട്ടുന്ന ഈ ഒരു ചോളം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ നല്ല ഉപ്പായിരുന്നു. പിന്നെ നന്നായിട്ട് കഴുകിയതിന് ശേഷമാണ് പിന്നെ ഞങ്ങൾ കഴിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ നല്ല ടേസ്റ്റ് തന്നെയായിരുന്നു. ഇതൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. കാരണം നല്ല വെയിലായതുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്പോട്ടൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ കിട്ടിയ സ്ഥലങ്ങളിൽ 1-2 വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ എൻ്റെ ഷോർട്സിൽ 1-2 വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ബീച്ചിൻ്റെ സൈഡ് പോർഷനിലുള്ള ഒരു വ്യൂ ആണിത്. അങ്ങനെ നമ്മൾ വീഡിയോസൊക്കെ എടുത്തതിന് ശേഷം അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇതാണ് ആ ഒരു ലെമോർ ബീച്ചിൻ്റെ എൻട്രൻസ് വരുന്നത്. ഈ ഒരു സ്ഥലത്തൊക്കെ നിന്നിട്ട് നമുക്ക് നല്ല രീതിക്ക് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റുമായിരുന്നു. പക്ഷെ നല്ല വെയിലായതുകൊണ്ട് തന്നെ ഒന്നിനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നിങ്ങൾ വരുമ്പോൾ തീർച്ചയായിട്ടും ഒരു ഈവനിങ് ടൈമിൽ ഒരു 4 മണിക്ക് ശേഷമൊക്കെ വരാനായിട്ട് ശ്രദ്ധിക്കാം.
ലെമൂർ ബീച്ച് നമ്മുടെ ആ ഒരു മെയിൻ റോഡിൽ നിന്ന് കുറച്ച് ഉള്ളിലേക്കാണ് ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ പോകുമ്പോൾ ഗൂഗിൾ മാപ്പ് ഇട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ ആരുടെങ്കിലും വഴി ചോദിച്ചു പോകാം. അങ്ങനെ നമ്മൾ മെയിൻ റോഡിലേക്ക് എത്തിയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഇനി ഫുഡ് കഴിക്കാനായിട്ടാണ് പോകുന്നത്. പാറശാലയിലുള്ള ഇറാനി റെസ്റ്റോറൻറ്റിലായിരുന്നു ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നത്. ആദ്യം തന്നെ ലൈം വന്നിട്ടുണ്ട്. നല്ല ചൂടത്ത് ഈ ഒരു തണുത്ത ലൈം കുടിച്ചപ്പോൾ നല്ല സുഖമുണ്ടായിരുന്നു. പിന്നീട് നമ്മൾ ഒരു ഫുൾ ഷവായി ആണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഫുൾ ഷവായും 4 കുബൂസും, പിന്നെ നമ്മൾ 4 പേര് കഴിക്കാനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സെപ്പറേറ്റ് ആയിട്ട് 8 പെറോട്ടയും കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഷവായി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, പക്ഷെ കുബൂസ് കുറച്ചൊന്ന് ഡ്രൈ ആയിട്ടായിരുന്നു ഇരിക്കുന്നുണ്ടായിരുന്നത്. ഒരു ബ്രെഡ് പോലെ, കുറച്ച് ഉണങ്ങിപ്പോയ ബ്രെഡ് പോലെ ആയിപ്പോയി. സാധാരണ എനിക്ക് പെറോട്ടേനേക്കാളും കുബൂസ് കഴിക്കാനാണ് കുറച്ചും കൂടെ ഇഷ്ടം. പക്ഷേ ഇവിടെ നിന്ന് കുബൂസ് കഴിച്ചപ്പോഴത്തേക്ക് ഭയങ്കര ഡ്രൈ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ പെറോട്ട വെച്ചിട്ടായിരുന്നു ഷവായി കഴിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നേരെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. എനിക്ക് പേഴ്സണലി ഈ ഒരു ലെമൂർ ബീച്ച് നല്ല രീതിക്ക് തന്നെ ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. കാരണം അധികം തിരക്കൊന്നും ഇല്ലാത്ത ഒരു ശാന്തമായിട്ടുള്ളൊരു സ്ഥലമാണ്. അത് മാത്രമല്ല, നിങ്ങൾക്ക് സമാധാനത്തോടെ ഫോട്ടോസും അതുപോലെ വീഡിയോസൊക്കെ എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്ഥലമാണ്. ഒത്തിരി സ്പേസ് ഉണ്ട്. നിങ്ങൾക്ക് ബീച്ചിൽ നിന്ന് വേണമെങ്കിലും എടുക്കാം, അല്ലെങ്കിൽ ഇതുപോലെ നമ്മുടെ ഗ്രീൻ കളർ ബാക്ക്ഗ്രൗണ്ട് വരുന്ന സ്ഥലങ്ങളും ഒത്തിരി അവിടെയുണ്ട്. ചെടികളൊക്കെയുള്ള ഒരുപാട് സ്ഥലങ്ങൾ അവിടെയുണ്ട്. അപ്പോൾ അവിടെ നിന്ന് നിങ്ങൾക്ക് വീഡിയോസൊക്കെ എടുക്കാവുന്നതാണ്. പിന്നെ പറയാനുള്ളത്, നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഈവനിങ് ടൈമിൽ പോകാനായിട്ട് ശ്രദ്ധിക്കുക, ഇല്ലെങ്കിൽ ഭയങ്കര വെയിലുണ്ടാകും. ഈ ഒരു ലെമൂർ ബീച്ചിൽ നിന്ന് എടുത്ത കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. ഇതിന് മുന്നേ ഈ ഒരു ബീച്ചിൽ പോയിട്ടുള്ളവർ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അങ്ങനെ ഞാൻ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. നല്ല രീതിക്ക് തന്നെ വെയിൽ കൊണ്ടതുകൊണ്ട് തന്നെ നല്ല സൺ ടാൻ ആയി പോയിട്ടുണ്ട്. ഞാൻ സൺസ്ക്രീനൊക്കെ ഇട്ടിട്ടാണ് പോയത്, പക്ഷേ എന്നാലും നല്ല രീതിക്ക് ടാൻ ആയിട്ടുണ്ടായിരുന്നു. എൻ്റെ കൈയും അതുപോലെ തന്നെ എൻ്റെ ഫേസിലെ കളറും കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാകും. പക്ഷേ എന്തായാലും എനിക്ക് ഈ ഒരു സ്പോട്ട് നല്ല രീതിക്ക് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബായ്.